ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കള്ളപ്പം ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് 4 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് പച്ചരി കൊണ്ട് ഏകദേശം 50 അപ്പം ഉണ്ടാക്കാം. ആദ്യം തന്നെ പച്ചരി നന്നായി കഴുകി ഒരു 3 മണിക്കൂർ നേരത്തോളം കുതിർക്കാൻ ഇടുക. ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ 2 തേങ്ങ മുഴുവനായും ചിരകിയെടുത്തത്, 20 ചെറിയ ഉള്ളി, 6 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 കപ്പ് ചോറ്. അരി കുതിർന്നതിന് ശേഷം നമുക്ക് അരച്ചു തുടങ്ങാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് അരി തനിയെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്ത് തിക്കായിട്ട് അരച്ചെടുക്കാം. അരച്ച മാവിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിൽ നിന്നും 120 ml നമുക്ക് കപ്പി കാച്ചാനായിട്ട് എടുക്കാം. ഇതിൻ്റെ 3 ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് നന്നായി കട്ടയില്ലാതെ ഇളക്കി നമുക്ക് ഇതിനെ കുറുക്കിയെടുക്കാം. ഇതിനെയാണ് കപ്പി കാച്ചുക എന്ന് പറയുന്നത്. നല്ലപോലെ ഒട്ടും കട്ട കെട്ടാതെ നന്നായി കുറുക്കി അതിനെ നമുക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇത് തണുത്ത് വരുന്ന നേരത്ത് നമുക്ക് ബാക്കി ചേരുവകളെല്ലാം അരച്ച് ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും 1 കപ്പ് ചോറ് എടുത്തതിൽ നിന്നും 1/2 കപ്പ് ചോറും ചേർത്ത് കൊടുക്കാം. കപ്പി കാച്ചിയതും നമ്മൾ ചേർക്കുന്നുള്ളതുകൊണ്ട് 1/2 കപ്പ് ചോറ് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ ഷുഗറാണ്. അല്പം കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മാത്രം ഈസ്റ്റ്. ഇത്രയും ചേർത്ത് വീണ്ടും 1/2 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് നമ്മൾ നേരത്തെ അരച്ച ബാറ്ററിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കപ്പി കാച്ചിയത് തണുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് അരി അതിൻ്റെ കൂടെ കപ്പി കാച്ചിയതും വീണ്ടും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് അതും നമുക്ക് നന്നായി അരച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കിയിരിക്കുന്ന അരി മുഴുവനായും അരച്ച് ചേർക്കാം. ശേഷം ലാസ്റ്റ് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കി മാത്രം ചേർത്ത് കൊടുക്കാം. ഓരോ പ്രാവശ്യം അരയ്ക്കുമ്പോഴും 1/2 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂടുതൽ വെള്ളം ചേർത്ത് അരയ്ക്കാവുള്ളൂ. നല്ല തിക്ക് ബാറ്ററായിട്ട് വേണം കള്ളപ്പത്തിന് മാവ് അരച്ചെടുക്കാൻ. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഫെർമെൻ്റ് ആകാൻ വേണ്ടി മാറ്റിവെക്കാം. കുറഞ്ഞത് 8 മണിക്കൂർ നേരം ഫെർമെൻ്റ് ആകാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. 8 മണിക്കൂറിന് ശേഷം നമ്മളുടെ മാവ് നല്ല പെർഫെക്റ്റായിട്ട് ഫെർമെൻ്റായി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അപ്പം നേരെ കോരി ഒഴിച്ച് അപ്പം ചുട്ടെടുത്താൽ മാത്രം മതിയാവും. കള്ളപ്പം എന്ന പേര് തന്നെ കള്ള് ചേർത്തുണ്ടാക്കുന്നതുകൊണ്ടാണ്. കള്ള് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈസ്റ്റ് ചേർത്തിരിക്കുന്നത്. കള്ളുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് കള്ള് മാത്രം ചേർത്താൽ മതിയാവും. ഈസ്റ്റും വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പാൽപ്പത്തിൻ്റെ പോലെ ഒരുപാട് പൊന്തി വന്നാൽ, മാവ് പുളിച്ച് പൊന്തി വന്നു കഴിഞ്ഞാൽ കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. നല്ല ഹോൾസൊക്കെ വന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കള്ളപ്പം. മാവ് കോരി ഒഴിക്കുമ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ അല്പം സ്പ്രെഡാവും. സ്വല്പം തിക്കായിട്ട് തന്നെയാണ് നമ്മൾ കള്ളപ്പം ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ അപ്പമെല്ലാം ചുട്ടെടുക്കാം. ചൂടോടെ നോൺ വെജ് കറിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ ബീഫ് കറിയാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്തത്. ഞാൻ മെഷർമെൻ്റ് എല്ലാം ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.